मास्टर विप्लव देखिए क्या कमाल करा रही है। നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ സംഘടിപ്പിച്ച ഹർത്താലിനിടെ പലയിടത്തും അക്രമ സംഭവങ്ങളുണ്ടായി. കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിൽ പണിമുടക്കിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. സമരാനുകൂലികൾ തടഞ്ഞതിനെതിരെ അധ്യാപകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അധ്യാപകർക്ക് പിന്തുണയുമായി സംഘടിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരും ഹർത്താൽ അനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ഇടപെട്ട് സ്കൂൾ പരിസരത്ത് നിന്ന് ആളുകളെ മാറ്റിയാണ് സംഘർഷം ഒഴിവാക്കിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത് പലയിടങ്ങളിലും ഇന്നത്തെ ദിവസം രാവിലെ മുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്ന ആളുകളെ തടയുന്ന സാഹചര്യം, സ്വകാര്യ വാഹനങ്ങൾ തടയുന്ന കാഴ്ചകളൊക്കെ പലയിടങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ കോഴിക്കോട് പുതിയങ്ങാടിയിൽ സ്കൂളിലെ അധ്യാപകർക്കെതിരെയാണ് തൊഴിലാളി സംഘടനാ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയ സാഹചര്യം ഉണ്ടായോ? എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ടോം, കോഴിക്കോട് ജില്ലയിൽ രാവിലെ മുതൽ ഏതാണ്ട് സമാധാനപൂർണ്ണമായാണ് ഈ പണിമുടക്ക് നടന്നു വന്നിരുന്നത്. ഏതാണ്ട് ഒരു ഹർത്താലിൻ്റെ പ്രതീതി ഉണ്ടാവുകയും ചെയ്തു. സ്വകാര്യ വാഹനങ്ങളും KSRTC വാഹനങ്ങളും അടക്കം കാര്യമായി നിരത്തിലിറങ്ങിയില്ല. സ്വകാര്യ വാഹനങ്ങൾ പലയിടത്തും ഇറങ്ങിയെങ്കിലും അത് പ്രതിഷേധക്കാർ കാര്യമായി തടയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയുമില്ല. സ്കൂളുകളും കോളേജുകളുമൊക്കെ ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഇതിനിടയിലാണ് പുതിയങ്ങാടി സ്കൂളിൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ ചില അധ്യാപകർ, ഏതാണ്ട് 11-12 അധ്യാപകർ രാവിലെ തന്നെ സ്കൂളിലേക്ക് സാധാരണ ദിവസത്തെ പോലെ പഠിപ്പിക്കാനായി എത്തുകയായിരുന്നു. അവർ നൽകുന്ന വിശദീകരണം സ്കൂളിൽ നിന്ന് അവധി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ സ്കൂളുകൾക്ക് പ്രത്യേകിച്ച് ഈ പണിമുടക്കിൽ ബാധിക്കുമെന്ന രീതിയിലുള്ള അറിയിപ്പുകളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ക്ലാസ് ഉണ്ടാവും എന്ന രീതിയിൽ തന്നെയാണ് തങ്ങൾ വന്നത് എന്ന് പറഞ്ഞാണ് അവർ സ്കൂളിലേക്ക് കയറിയത്, അധ്യയനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. എന്നാൽ ഇതിന് പിന്നാലെ സമരാനുകൂലികളായ ആളുകൾ, പ്രത്യേകിച്ചും CPM പ്രവർത്തകരായ ആളുകൾ അവിടേക്ക് വരികയും ക്ലാസ് നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അധ്യാപകരടക്കം സ്കൂളിൽ നിന്നും മടങ്ങണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനുശേഷം ക്ലാസുകൾ നടത്താതെ വന്നു. ഈ സ്കൂളിൻ്റെ ഗേറ്റ് പൂട്ടുകയും ചെയ്തു. ഇതോടുകൂടി ഈ അധ്യാപകർ സ്കൂളിൻ്റെ പുറത്തേക്ക് ഗേറ്റിൻ്റെ മുൻവശം കുത്തിയിരുന്ന് അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ തുടങ്ങി. ഇതിനിടയിൽ മറ്റ് UDF-കാരായ ആളുകൾ, അതായത് ഈ ഹർത്താലിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ഈ അധ്യാപകർ പഠനം നടത്താൻ എത്തുമ്പോൾ അവരെ അനുകൂലിക്കാൻ എന്ന രീതിയിൽ UDF-ൻ്റെ പ്രവർത്തകരും സ്ഥലത്തെത്തി. UDF അനുഭാവികളായ അധ്യാപകരാണ് ഇന്ന് ജോലിക്ക് നോക്കാൻ എത്തിയ പലരുമെന്ന് ഈ ഹർത്താൽ അനുകൂലികളായ ആളുകൾ പറയുന്നുണ്ട്. നേരത്തെയും ഹർത്താലും സമാനമായ രീതിയിൽ തന്നെയുള്ള വിദ്യാർത്ഥി സമരങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഈ സ്കൂളിന് അവധി കൊടുക്കാറുള്ളതാണ്. KSU നടത്തിയ സമരത്തിലും SFI നടത്തുന്ന സമരത്തിലും അല്ലെങ്കിൽ മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള പൊതുപണിമുടക്കുകൾ വരുമ്പോൾ ഇതിനോട് അനുകൂലമായ നിലപാടായിരുന്നു ആ സ്കൂളിൽ നിന്നും സ്വീകരിച്ചത്. എന്നാൽ മറിച്ചൊരു നിലപാട് ഇന്ന് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് എന്നറിയില്ല എന്ന് ഹർത്താൽ അനുകൂലികളും പറയുന്നു. എന്തായാലും ഈ രണ്ട് വിഭാഗവും രണ്ട് ചേരിയായി തിരിഞ്ഞു വന്നു. ഒരു വശം പറയുന്നത് പഠിപ്പിക്കാൻ അനുവദിക്കണം, സ്കൂളിൻ്റെ പ്രവർത്തനം ഇന്ന് സാധാരണ രീതിയിൽ നടക്കണമെന്ന് പറയുന്നു. പക്ഷേ മറുവശത്തുള്ളവർ പറയുന്നു ഈ അധ്യയനം ഇന്ന് നടക്കേണ്ടതില്ല, ഇന്ന് പൊതുപണിമുടക്കാണ്. വിദ്യാർത്ഥികളിൽ 90% അധികം ആളുകൾ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല, അധ്യാപകരും ഏറിയ പങ്കും വരാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് അധ്യയനം വേണ്ട എന്ന നിലപാടിലേക്ക് ഈ സമരാനുകൂലികളും എത്തി. ഇത് രണ്ട് വിഭാഗവും പരസ്പരം പോരടിച്ചു നിന്ന് പരസ്പരം കയ്യേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇതിനിടയിലാണ് പോലീസ് എത്തുകയും ഇവരെ പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തു. ഇതിനിടയിൽ ഒരു വിദ്യാർത്ഥിക്ക് അടക്കം ഒരു നേരെ കയ്യേറ്റമുണ്ടായി. ഒരു മുതിർന്ന
ആൾ ആ UDF പ്രവർത്തകനായ ഒരാൾ തന്നെ മർദ്ദിച്ചു എന്ന് നേരത്തെ കുട്ടി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ തനിക്ക് നേരെ കയ്യേറ്റമുണ്ടായി എന്നാണ് UDF പ്രവർത്തകനായ ആൾ പറയുകയും ചെയ്തു. എന്തായാലും പിന്നീട് പോലീസ് വരികയും ഇരുപക്ഷത്തെയും അവിടെ നിന്നും പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തു. അധ്യാപകർ ആ സ്കൂളിൽ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷാവസ്ഥയ്ക്ക് എന്തായാലും കുറച്ച് നേരം മുമ്പ് തന്നെ അയവ് വന്നിരുന്നു. സ്കൂള് പൂർണ്ണമായും ഇന്ന് അധ്യയനം ഒഴിവാക്കി നാട്ടുകാരെയൊക്കെ പോലീസ് അടുത്ത് നിന്നും പിരിച്ചുവിടുകയും ചെയ്തു. എന്തായാലും രണ്ട് വിഭാഗങ്ങൾ, അതായത് ഹർത്താലിനെ അനുകൂലിക്കുന്നവരും ഹർത്താലിനെ എതിർക്കുന്നവരും തമ്മിലുള്ള ഒരു ഭിന്നത തന്നെയാണ് നമ്മൾ ആ സ്കൂളിൽ കണ്ടത്. ഈ അധ്യാപകർക്ക് പിന്തുണയുമായി UDF എത്തി. അധ്യാപകരെ പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് LDF എത്തി. എന്തായാലും ഒരു പൊതുപണിമുടക്ക് എന്ന രീതിയിൽ ഒരു സമരം നടത്തുമ്പോൾ ഈ പണിമുടക്കുന്നത് പോലെ തന്നെ പണിയെടുക്കാനുള്ള അവകാശവും മറുവശത്തുണ്ട് എന്ന് വിശ്വസിക്കണം. ഈ പല ആളുകളും പല മേഖലയിലും പെട്ട ആളുകൾ ഇന്ന് പണിമുടക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ സ്വയം ഇച്ഛപ്രകാരമുള്ള ഒരു തീരുമാനമായിരിക്കാം. അതേ രീതിയിൽ തന്നെ പണിമുടക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും തൊഴിലാളികൾക്ക് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു സ്കൂളിനെ തന്നെ ഈ രാഷ്ട്രീയ ബലപ്രയോഗത്തിന്റെ വേദിയാക്കി മാറ്റിയത് വലിയ കഷ്ടമായ കാര്യമാണ്. ഈ തൊഴിലാളികൾക്ക് പണിമുടക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉള്ള പോലെ തന്നെ തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതാണ് ഈ സമരാനുകൂലികൾ നിഷേധിക്കുന്നത്. എന്തായാലും എന്താണ് ഈ പുതിയങ്ങാടിയിലെ GMUP സ്കൂളിൽ സംഭവിച്ചതെന്ന് പരിശോധിക്കാം. PTA പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ സ്കൂളിലാണെങ്കിലോ പല പാർട്ടിക്കാർ സമരം നടത്താറുണ്ട്. ഈ സമരമൊന്നും ഇതിന് ബാധിക്കാറില്ല. ആ സ്കൂളിൻ്റെ ഇഷ്ടത്തിനാണ് പോക്ക്. വേണമെങ്കിൽ പൂട്ട, വേണമെങ്കിൽ തുറക്കാം. അതാരും മറ്റുള്ളവരാരും കെയർ ചെയ്യാറുമില്ല. അത് ഇവിടെ സമരക്കാർ വന്നിട്ട് ഇത് തുറന്നിട്ടുണ്ടോ, ഇവിടെ അധ്യാപകരുണ്ടോ, വിദ്യാർത്ഥികളുണ്ടോ, ഇതൊന്നും നോക്കാറില്ല. ഈ സമരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അതിന് നമ്മൾ വല്ലാത്തൊരു ദുഃഖിതനാണ്. കാരണം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പേരുദോഷം വരാണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് PTA പ്രസിഡന്റ് നിലക്ക് എനിക്കങ്ങനെ ഒരു ആഗ്രഹം. PTA പ്രസിഡന്റാണ് ഇപ്പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. എന്താണ് ആ സ്കൂളിൽ സംഭവിച്ചത്? കാരണം അവിടെ ഈ തൊഴിലാളി സംഘടനാ പ്രവർത്തകർ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് PTA പ്രസിഡന്റ് പറയുന്നത്. അതോടൊപ്പം ഈ സമര അനുകൂലികളുടെ പ്രതികരണം കൂടി കേൾക്കാം. ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ദേശീയ പണിമുടക്കൽ INTUC പ്രവർത്തിക്കാത്തത്. അത് മാസ്റ്റർ അധ്യാപക സംഘടന, കോൺഗ്രസിന്റെ അധ്യാപക സംഘടന ആയതുകൊണ്ട് മാത്രമാണ് ആ സമരം ഇവിടെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് വന്നത്. കുട്ടികൾ വരാത്ത സ്കൂളിൽ എന്തിനാ അധ്യാപകർ വന്നതെന്നുള്ളതാണ് ഞങ്ങളെ ഇടതുപക്ഷ CITയിലെ ചോദ്യം. അതാണ്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഈ സമരാനുകൂലികൾ ചോദിക്കുന്നത് ഇന്ന് കുട്ടികളില്ല, സ്കൂള് പ്രവർത്തിക്കുന്നില്ല, പിന്നെ എന്തിനാണ് അധ്യാപകർ അവിടെ എത്തിയതെന്നാണ്. ഇവിടെ രണ്ട് പക്ഷം, അതായത് സ്കൂൾ അധികൃതരും PTAയും അതോടൊപ്പം സമരാനുകൂലികൾ രണ്ട് രീതിയിൽ വാദങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് കേസോ നടപടികളോ ഉണ്ടായിട്ടുണ്ടോ? സ്കൂളിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? സ്കൂളിന് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. കാരണം സ്കൂളിനുള്ളിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിന് മുൻവശത്താണ് അധ്യാപകർ അവരുടെ പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് വഴിയിൽ വെച്ചാണ് ഈ രക്ഷാകർത്താക്കൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ രണ്ട് ശ്രേണിയിൽപ്പെട്ട ആളുകൾ, UDFകാരും LDFകാരും അവിടെ വെച്ചാണ് തമ്മിൽ കയ്യേറ്റമൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിച്ചു വരുന്നുണ്ട്. കേസെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഒരു പക്ഷേ നീങ്ങിയേക്കും. അധ്യാപകർ പരാതി നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരു പക്ഷേ അധ്യാപകർ കൂടി പരാതി നൽകിയാൽ അക്കാര്യത്തിൽ അതിനെ പരിഗണിക്കും. എന്തായാലും കൃത്യമായൊരു രാഷ്ട്രീയ കളിയാണ് ഇന്ന് ആ സ്കൂളിൽ നടന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ കോഴിക്കോട്ടൊക്കെ പലയിടത്തും ഈ ഹർത്താലിനോട് അല്ലെങ്കിൽ ഈ പണിമുടക്കിനോട് ഒരു അനുകൂല നിലപാടല്ല UDFിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ യാത്ര, VD സതീശൻ നയിക്കുന്ന യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. തിരുവമ്പാടിയിൽ അതിൻ്റെ സ്വീകരണ യോഗം നടന്നു. ഇനി വൈകിട്ട് മുതലക്കുളം അടക്കമുള്ള ഇടത്തും നടക്കാനുണ്ട്. VD സതീശൻ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞിരുന്നു, ഈ ഏത് തരത്തിലുള്ളൊരു പണിമുടക്ക് നടത്തിയാലും അത് കേരളത്തിൽ മാത്രമാണ് ഹർത്താലായി മാറുന്നത്. മറ്റ് തമിഴ്നാട്ടിലോ മഹാരാഷ്ട്രയിലോ
അല്ലെങ്കിൽ ഈ ബംഗാളിലോ ഈ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്ന ഡൽഹിയിൽ പോലും ഇതൊരു പണിമുടക്കിനപ്പുറം ഒരു ഹർത്താലായി മാറാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തിനാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നത് എന്നൊക്കെ സതീശൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർത്താലിനോട് INTUC അടക്കമുള്ള സംഘടനകൾ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോഴും അത്ര അനുകൂല നിലപാടല്ല UDF ക്യാമ്പിൽ നിന്നും ഉള്ളതെന്ന് നമുക്ക് രാവിലെ മുതൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. സാധാരണ ഗതിയിലൊരു പൊതുപണിമുടക്ക് നടക്കുമ്പോൾ പ്രകടനങ്ങളുമായൊക്കെ മുന്നോട്ട് വരാറുള്ളതാണ് INTUC പ്രവർത്തകരൊക്കെ. അവരുടെ ഭാഗമായി സമരം, പ്രതിഷേധ മാർച്ചും അല്ലെങ്കിൽ ഓഫീസ് ഉപരോധം, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഇത്തവണത്തെ ഈ മാർച്ച് നോക്കിയാൽ ഈ CPM-ന്റെ സംഘടന അല്ലെങ്കിൽ INTUC പോലുള്ള CPI-യുടെ സംഘടനകൾ അവരൊക്കെയാണ് സജീവമായി ഇന്ന് ഈ കേന്ദ്രവിരുദ്ധ സമരത്തിനെതിരെ രംഗത്തുള്ളത്. ഇന്നും നമ്മൾ സ്കൂളിൽ കണ്ടതും ഇത്തരത്തിൽ ഹർത്താലിനോട് ആഭിമുഖ്യമില്ലാത്ത പ്രതിപക്ഷ സംഘടനകളുടെ അധ്യാപകരാണ് എത്തിയിരുന്നത്. അതാണ് ഈ CITU പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഒരു സമരം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹർത്താലോ പണിമുടക്കൊക്കെ വരുമ്പോൾ അതിനോടൊക്കെ സഹകരിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. സ്കൂളിലും മറ്റു സ്കൂളുകളിലെ പോലെ കോഴിക്കോട് നഗരത്തിൽ ഒരു സ്കൂളിലും ഇന്ന് അധ്യയനം നടക്കുന്നില്ല, ഒരു കോളേജിലും ക്ലാസ്സുകൾ നടക്കുന്നില്ല. ഈ സ്കൂളിൽ മാത്രം എന്തുകൊണ്ട് മാറ്റമെന്ന ചോദ്യമാണ് CITU പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അതിന് മറുപടിയായി ഇവർ പറയുന്നത് വേണമെങ്കിൽ അടയ്ക്കാം, വേണമെങ്കിൽ തുറക്കാം, അങ്ങനെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഈ അധ്യാപകരെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ഇറക്കേണ്ട ആവശ്യം ഉണ്ടായില്ല എന്നാണ് PTA പ്രസിഡന്റ് അടക്കം പറയുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ കളിക്ക് ഒരു സ്കൂൾ വേദിയായി മാറി എന്നത് തന്നെയാണ് ഏറ്റവും മോശകരമായ ഒരു കാര്യം. കാരണം കുട്ടികൾക്ക് മാതൃക ആവേണ്ടവരാണ് അധ്യാപകരും രക്ഷകർത്താക്കളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമൊക്കെ. അവർ പരസ്പരം ഒരു സ്കൂളിൻ്റെ ചുറ്റുവട്ടത്ത് വെച്ച് തന്നെ അല്ലെങ്കിൽ സ്കൂളിലെ വിഷയത്തെ ചൊല്ലി തന്നെ പ്രശ്നമുണ്ടാക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. വളരെ വലിയ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു സ്കൂളാണ്. ഒരു UP സ്കൂളാണെങ്കിൽ പോലും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ മേഖലയിലെ ഏറ്റവും നല്ല സ്കൂളുകളിലൊന്നാണ്. നല്ല കെട്ടിടങ്ങളുണ്ട്, നല്ല ക്ലാസ് റൂമുകളുണ്ട്, നല്ല മറ്റു ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തിടെയാണ് AN ഷംസീർ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കാനായി വരികയും നാടിന് തന്നെ ആഘോഷമായി മാറുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ആ സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം. വളരെ വൃത്തിയുള്ള ഒരു സ്കൂൾ, വളരെ മികച്ച രീതിയിൽ പരിപാലിക്കുന്ന ഒരു സ്കൂളൊക്കെയാണ്. പക്ഷേ ആ ഒരു സ്കൂളിൽ തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ബലാബലത്തിന് വേണ്ടി ഇരു മുന്നണികളും എത്തി എന്നതിലാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. അതിനിടയ്ക്ക് ഒരു കുട്ടിക്ക് ഒരാളുടെ മുതിർന്ന ആളിൽ നിന്ന് മർദ്ദനമേറ്റു എന്നടക്കം അതാണ് അനീഷ് സൂചിപ്പിച്ച ഏറ്റവും മോശകരമായ ഒരു അവസ്ഥ. ഒരു സ്കൂളിലെ കുട്ടികൾക്കുണ്ടാക്കുന്ന അത് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന വെല്ലുവിളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം മറ്റുള്ളവർ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തെ അത് തടയാതിരിക്കാൻ ഈ സംഘടനകളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. 2-ാം തീയതിയാണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൾ മറിയം ജുമൈലയെയും ബന്ധു ഷേഖ് കുഞ്ഞിയെയും ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കൃത്യത്തിന്റെ പുനരാവിഷ്കാരവും നടത്തി. KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഇത് കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഏറെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഈ ഇരട്ട കൊലപാതകം. അതും കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെയുണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾ വലിയ ദുരന്തത്തിലേക്ക് കലാശിക്കുന്നൊരു സാഹചര്യം. എന്താണ് ഈ ഇരട്ട കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണമെന്ന് നേരത്തെ തന്നെ പ്രതി സൂചിപ്പിച്ചതാണ്. ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇന്ന് തെളിവെടുപ്പിനിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? തീർച്ചയായും ടോമെ, നാടിനെ നടുക്കിയ ഒരു ക്രൂരകൃത്യം. സ്വന്തം മകളെ, 18 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളെ വെട്ടിക്കൊലപ്പെടുത്തി, അതോടൊപ്പം ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തി. ആ കേസിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ മാസം 2-ാം തീയതിയാണ് ഈ ഒരു അരും കൊല നടന്നത്. ആ സമയത്ത് വലിയ പ്രതിഷേധമായിരുന്നു ഇയാൾക്കെതിരെ, പ്രതിക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ കുടുംബ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തെളിവെടുപ്പ് നടത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ കൃത്യം നടന്ന വീട്, അതായത്
ഈ ഷേഖുഞ്ഞി എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ഇവരുടെ ഇവന്റെ വീട്ടിലാണ് ഈ തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പ് എത്തിച്ചപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. ഇയാളുടെ ഭാര്യ, അതുപോലെ തന്നെ നാട്ടുകാർ, മറ്റു കുടുംബങ്ങൾ, ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം വലിയ രോഷപ്രകടനമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയിൽ നിന്നും വിവരങ്ങൾ, ഏത് രീതിയിലാണ് ഈ കൃത്യം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഒരു പുനരാവിഷ്കാരവും അവിടെ നടന്നു. ഈ കത്തി ഇയാൾ പുതിയതായി വാങ്ങിയ കത്തിയായിരുന്നു. ആ കത്തി കൃത്യമായി കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കത്തി വാങ്ങിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ കുടുംബ പ്രശ്നം, അതായത് ഭാര്യയും മകളെയും ഇയാൾ പതിവായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇയാൾ ലഹരിക്ക് അടിമ കൂടിയാണ്. ഇതിനെ തുടർന്ന് ഒരു മധ്യസ്ഥ ചർച്ച ഷേഖുഞ്ഞിയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടാവുകയും ആ മധ്യസ്ഥ ചർച്ച നടക്കുന്നതിനിടെയാണ് ഇയാൾ കത്തിയുമായി എത്തി ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തുന്നത്. മകളെ ആദ്യം കൊലപ്പെടുത്തുന്നു, പിന്നീട് ഈ ഭാര്യയ്ക്ക് നേരെയും അതോടൊപ്പം ഭാര്യ പിതാവിന് നേരെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഇത് തടയാൻ ശ്രമിച്ച ഷേഖുഞ്ഞിക്ക് കുത്തേൽക്കുകയും മംഗളൂരുവിൽ നിന്നാണ് ഇദ്ദേഹം പിന്നീട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധം ഇയാൾക്കെതിരെ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ കൊലപാതകം നടന്ന സമയത്ത് തെളിവെടുപ്പ് നടത്താൻ പോലീസിന് കഴിയാത്ത രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ഇയാളെ നേരിട്ട് കോടതി രാജ്യത്തേക്ക് പിന്നെ റിമാൻഡ് ചെയ്ത സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇയാളെ കൂടുതൽ മറ്റ് ഇടങ്ങളിലും തെളിവെടുപ്പിന് കൊണ്ടുപോകും. ഈ കത്തി വാങ്ങിയ സ്ഥലം ഉൾപ്പെടെ ഇടത്തേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകാനുണ്ട്. അതോടൊപ്പം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതാണ് പോലീസ് അറിയിച്ചത്. അങ്ങനെ ഈ തെളിവെടുപ്പ് ഏതായാലും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. വലിയ രോഷപ്രകടനം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. വലിയ രോഷപ്രകടനം ഇന്ന് രാവിലോട് കൂടിയാണ് ഈ വീട്ടിലേക്ക് എത്തിച്ചത്. ഷേഖുഞ്ഞിയുടെ വീട്ടിലേക്ക് ഇയാളെ കൊണ്ട് പോലീസ് സംഘം എത്തിയത്. വലിയ പോലീസ് സംഘം തന്നെ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ തന്നെ സംഘർഷ സാധ്യത പോലീസ്. തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ ബൈജു? അതോടൊപ്പം അറിയേണ്ടത്, ഈ തെളിവെടുപ്പുമായി അതിനിടെ എന്തെങ്കിലും തെളിവുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇരട്ട കൊലപാതകത്തിൽ പൂർണ്ണമായും തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ടോമേ, ഇതിലേറ്റവും പ്രധാനം ഇതിലെ കത്തിയാണ്. ഇയാൾ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയാണ്. അത് പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുതായി വാങ്ങിയൊരു കത്തിയാണ്. അതായത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇയാൾ ഇവിടെ എത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ കത്തിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. ആ തെളിവ് പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞു. പിന്നീട് ഇയാൾ കൊലപാതകം നടത്തിയ രീതി, അത് കൃത്യമായി ഈ തെളിവെടുപ്പിനിടെ പോലീസ് ഇയാളിൽ നിന്നും ചോദിച്ചറിഞ്ഞു. അതെല്ലാം കൃത്യമായി ഇയാൾ പോലീസിന് വിവരിച്ചു നൽകി. ഇയാൾ അവിടെ ഈ മധ്യസ്ഥ ചർച്ച നടക്കുന്നതിനിടയിലേക്ക് ഇയാൾ വരികയും വന്ന ഉടനെ തന്നെ ഇയാൾ കത്തി പുറത്തേക്കെടുത്ത് ആക്രമിക്കുമായിരുന്നു. അങ്ങനെ ഷേഖുഞ്ഞിക്ക് ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ ഷേഖുഞ്ഞിക്ക് കുത്തേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഷേഖുഞ്ഞിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ഇയാൾ എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ ഭാര്യയും അതുപോലെ തന്നെ ഭാര്യ പിതാവിനെയും ആക്രമിക്കാൻ ഇയാൾക്ക് പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഇവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ ബന്ധുക്കൾ തടഞ്ഞതിനെ തുടർന്നാണ് അത് നടക്കാതെ പോയത്. ഏതായാലും മകൾ അതിദാരുണമായി സംഭവ സ്ഥലത്ത് തന്നെ കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴുത്തിൽ ഈ കത്തി കൊണ്ട് വലിയ ആഴത്തിലുള്ള വെട്ടേറ്റതാണ് ഈ മരണകാരണം, ഈ കുട്ടിയുടെ മരണകാരണം. അവിടെ രക്തം വാർന്ന് അവിടുന്ന് തന്നെ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അത്രത്തോളം ഹീനമായ ഒരു കൊലപാതകം, ഒരു കൃത്യം നടത്തിയ പ്രതിയാണ് ഇയാൾ. ലഹരിക്ക് അടിമയാണ്. പതിവായി ഭാര്യയെയും അതുപോലെ തന്നെ മകളെയും ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഏതായാലും ഉപ്പള ജീറ്റക്കിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഈ കൊല്ലപ്പെട്ട മറിയം ജുമൈല എന്ന് പറയുന്ന 18 വയസ്സുകാരി. സ്വന്തം പിതാവാൽ കൊല ചെയ്യപ്പെട്ട ഇതിന്റെ ഒരു പ്രതിഷേധം ഇന്നും വലിയ തോതിലുണ്ടായിരുന്നു. രോഷപ്രകടനം തന്നെ ഉണ്ടായിരുന്നു. ഭാര്യയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ രോഷപ്രകടനം തെളിവെടുപ്പിനിടെ ഉണ്ടായി. പക്ഷേ പോലീസ് വലിയ സന്നാഹമായതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും മറ്റ് നടപടികൾ? ഈ നിലവിൽ പ്രതി ഇനി എത്ര ദിവസം കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ബൈജു? ടോമെ, ഇനി 4 ദിവസം കൂടി പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ ഉണ്ട്. കൂടുതൽ ഇടങ്ങളിൽ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കത്തി വാങ്ങിയ സ്ഥലത്ത് കൊണ്ടുപോകാനുണ്ട്. അതോടൊപ്പം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ട് എന്ന് സംബന്ധിച്ച ഇയാളുടെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. കാരണം ഈ തുടക്കത്തിൽ നമുക്കറിയാം, ഒരു വൈകിട്ടാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. പോലീസിന് അത്തരം നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അത്രത്തോളം വലിയ പ്രതിഷേധം ഉണ്ടായ ഒരു സംഭവമാണ്.
അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് കൂടുതൽ ഇത്തരം ലഹരി ബന്ധങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. മറ്റ് എന്തെങ്കിലും സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് കൂടുതൽ ഇയാളോട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഈ കൊലപാതകം സംബന്ധിച്ച് ഇയാൾ അവിടെ എത്തിയതും ഈ കൊലപാതകം കൃത്യം നടത്തിയ രീതികളും അത് പോലീസിന് വിവരിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ തെളിവെടുപ്പിനിടെ അതെല്ലാം പോലീസ് അത്തരം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. എന്തായാലും ഇതിൽ സാക്ഷികൾ ഉള്ള വലിയൊരു ശക്തമായ സാക്ഷികളുള്ള കേസാണ്. സ്വന്തം ഭാര്യ തന്നെ ഇതിൽ സാക്ഷിയാണ്. ഭാര്യ പിതാവുണ്ട്, അതോടൊപ്പം ബന്ധുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സദസ്സിലേക്ക് ഇയാൾ കത്തിയെടുത്ത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി എത്തിയതാണ്. അങ്ങനെയുള്ള ഒരു കേസാണ്. കൃത്യമായ സാക്ഷി കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഇരട്ട കൊലപാതകത്തിൽ പ്രതിയുമായി പോലീസിന്റെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനിയും ചോദ്യം ചെയ്യലും അതോടൊപ്പം കൂടുതൽ തെളിവ് കണ്ടെത്താനുള്ള മറ്റ് നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ നടത്തിയതായി സംശയിക്കുന്ന കൊലപാതക പരമ്പരയിൽ കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾക്ക് നീക്കം. ഐഷ വധക്കേസ് അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. ഐഷ കേസ് ക്രൈംബ്രാഞ്ച് ഉടൻ ഏറ്റെടുത്തേക്കും. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ചേർത്തല പോലീസാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ ശാസ്ത്രീയ പരിശോധനാ ഫല റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതായത് ഈ DNA പരിശോധനാ ഫലം അത് ആരാണ് മരിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ജൈനമ്മ, ഏറ്റുമാനൂരിലെ ജൈനമ്മ കൊലക്കേസിൽ മാത്രമാണ് ഇതുവരെയും പോലീസിന് കൃത്യമായ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങളെന്ന് അറിയേണ്ടതുണ്ട്. മറ്റ് നടപടികൾ ഇനി എങ്ങനെയായിരിക്കും? ടോമ, നമുക്കറിയാം കേരളത്തിൽ ഞെട്ടിച്ച ഒരു കൊലപാതക പരമ്പരകളായിരുന്നു പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും കേന്ദ്രീകരിച്ച് നടന്നത്. ആ കേസിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി വന്നത് അവിടെ ആ കോമ്പൗണ്ടിൽ നിന്നും ഈ കാണാതായ സ്ത്രീകളെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പക്ഷേ അവരെവിടെ എങ്ങനെ മറവ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ എങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിയായ സെബാസ്റ്റ്യൻ താൻ ഇവരെ കൊലപ്പെടുത്തി എന്നുള്ളത് അന്വേഷണ സംഘത്തോട് കുറ്റസമ്മതം മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീകൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും മനുഷ്യ ശരീരത്തിന്റെ അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തിയ അസ്ഥികൾ കേന്ദ്രീകരിച്ച് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ ഇത് ഏത് ആളുകളുടേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത് നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ഒരു കേസ് ആണ് ഈ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ കൊലപാതക കേസുകൾ. അതും അതിവിദഗ്ധമായി അയാൾ കേരളത്തിന്റെ കുറ്റാന്വേഷണത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഒരു വേറിട്ട ഒരു കേസാണ് ഇയാളുടേത് എന്ന് തന്നെ നമുക്ക് പറയാനാകും. അപ്പോൾ 2 കേസുകളിലാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അത് ബിന്ദു പത്മനാഭൻ കേസിലും ഒപ്പം തന്നെ ജൈനമ്മ കൊലപാതക കേസിലും കോട്ടയം ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ ആലപ്പുഴയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചുമാണ് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. ഇനി ഒരു കേസ് കൂടിയുണ്ട്. അത് ഐഷ തിരോധാന കേസാണ്. ഐഷ എന്ന സ്ത്രീ ഇയാളുമായി ബന്ധപ്പെട്ട് കാണാതായിട്ടുണ്ട് എന്നുള്ളത് പോലീസ്, നമുക്കറിയാം ന്യൂസ് 18 ആണ് ആ സംഭവം പുറത്തേക്ക് കൊണ്ടുവന്നത്. ഐഷയ്ക്ക് ഈ സെബാസ്റ്റ്യനുമായി കൃത്യമായി ബന്ധമുണ്ടെന്ന് കണക്ട് ചെയ്യുന്ന തെളിവുകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് ആ കേസ് പിന്നീട് ഒരു തിരോധാന കേസിൽ നിന്നും കൊലപാതക കേസിലേക്ക് മാറുന്നത്. അങ്ങനെ ഉള്ള ആ കേസ് നിലവിൽ ചേർത്തല പോലീസാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്കൽ പോലീസിൽ നിന്നും അത് മാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് അദ്ദേഹം ആലപ്പുഴ SP മോഹനചന്ദ്രൻ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടത് ഈ കേസുകളൊക്കെ തന്നെ വളരെ സങ്കീർണമാണ് എന്നുള്ളതാണ്. ഈ കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് അങ്ങനെ ഒരു കുറ്റസമ്മതം അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും എങ്ങനെ, എവിടെ, ഏത് സമയത്ത് എങ്ങനെ മറവ് ചെയ്തു ഇതിനെ സംബന്ധിച്ച് അയാൾ കൃത്യമായി പറയാൻ ഒരു ഘട്ടത്തിലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവർ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ അത് ബ്രേക്ക് ചെയ്യാതെ ഇപ്പോഴും സെബാസ്റ്റ്യൻ തുടരുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഇയാളുടെ ശാരീരിക സ്ഥിതിയും പ്രശ്നങ്ങളും വെച്ചിട്ട് സെബാസ്റ്റ്യനെ കൂടുതൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു രീതികളിലേക്ക് ഇയാളുടെ ആരോഗ്യസ്ഥിതി ഇയാൾ
ചൂണ്ടിക്കാട്ടി അവിടെയും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇയാളുടെ മാനസിക നില എന്ന് പറയുന്നത് വളരെ ക്രൂരവും ഒപ്പം തന്നെ അതൊരു അസാധാരണവുമായ ഒരു മാനസിക നില ഇയാൾക്കുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഉള്ളത്, നിലവിൽ ഐഷ തിരോധാന കേസിൽ ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കുറ്റസമ്മതമുണ്ട്. ഏറ്റുമാനൂർ കേസിൽ ആണ് ആദ്യമായി 3 സ്ത്രീകളെയും ഇയാൾ കൊന്നു എന്ന് സ്ഥിരീകരിക്കുന്നത്. ഈ കുറ്റസമ്മതം ഉണ്ടെങ്കിൽ പോലും കൂടുതൽ കാര്യങ്ങൾ വിശദമായി ഐഷ കേസിൽ കസ്റ്റഡിയിലെടുത്ത അന്വേഷണ സംഘത്തിന് ഇയാളിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അപ്പോൾ ഈ കേസുകൾ ജനമ തിരോധാന കേസ് മുതൽ കോട്ടയം, ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് വിങ്ങുകൾ കണക്ട് ചെയ്ത് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് തമ്മിൽ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ആ കേസിന്റെ ഓരോ ഭാഗവും കടന്നു പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഐഷ തിരോധാന കേസ് കൂടി കൊണ്ടുവരണം എന്നുള്ള ഒരാവശ്യമാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് കുറെ കൂടി ഡെപ്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് ലോക്കൽ പോലീസിനല്ല, ക്രൈംബ്രാഞ്ചിലാണ് കഴിയുക എന്നുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം ഉള്ളത്. അതുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ചിൽ നിന്നോ, അതായത് സ്റ്റേറ്റ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു നിലപാട്. ഇവിടെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫല റിപ്പോർട്ട് തിരിച്ചടിയായ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അവിടെ നിന്നും ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ അത് പല ആളുകളുടേതാണെന്നൊരു നിഗമനമാണ് നിലവിലുള്ളത്. ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതോടൊപ്പം ഈ സ്ഥലത്ത്, അതായത് ഈ പള്ളിപ്പുറത്തെ പുരയിടം പൂർണ്ണമായും കുഴിച്ച് പരിശോധിച്ചിരുന്നു. ആ പരിശോധനകൾ പൂർണ്ണമായും അവസാനിച്ച മട്ടാണോ? ഇനിയും പരിശോധിച്ചാൽ അവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഈ സെബാസ്റ്റ്യൻ ഈ പുരയിടത്ത് തന്നെ, വീട്ടുവളപ്പിൽ തന്നെയാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയെന്ന നിഗമനത്തിൽ തന്നെയാണ്, അതോ മറ്റെവിടെയെങ്കിലും ഇത് ഉപേക്ഷിച്ചിട്ടുണ്ടാകുമോ? എന്താണ് നിലവിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം? ഇനി മറ്റു തെളിവുകൾ കണ്ടെത്താൻ മറ്റു സാധ്യതകൾ എന്തൊക്കെയാണ്? ടോം, 3 സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്ന് അയാൾ തന്നെ സ്ഥിരീകരിക്കുന്നു. ഒരു കൂത്താട്ടുകുളം സ്വദേശിയായ ഏലിയാമ്മ എന്ന സ്ത്രീ സമാന സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട്. തിരുവൾ സ്വദേശിയായ സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദു എന്ന സ്ത്രീയും അവരെയും കാണാതായിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും 2 സ്ത്രീകൾ ഈ പൂമുഖത്ത് നിന്ന് അവരെവിടെയെന്നൊരു ഉത്തരം കണ്ടെത്താൻ പോലും ആർക്കും കഴിയാത്ത സമാനമായ സാഹചര്യത്തിൽ ഇവിടെ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ കേസിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു അന്വേഷണ സംഘം കണ്ടെത്തിയ കേസുകൾ ആണ് ഇതൊക്കെ എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു സെബാസ്റ്റ്യന്റെ ഒരു ആരോഗ്യമുള്ള, അല്ലെങ്കിൽ അയാളുടെ ഒരു യൗവന കാലത്ത് അയാൾ എന്തായിരുന്നു എന്നുള്ള ഉത്തരം ആർക്കും ഇതുവരെ ലഭ്യമായിട്ടില്ല. അയാൾ മറ്റ് ക്രൈമുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനസിക നില ഉള്ളയാൾ തീർച്ചയായും നേരത്തെ തന്നെ ക്രൈമുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും ഇതുവരെ ഒരു അന്വേഷിച്ച് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കുറ്റവാളിയാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. കാരണം ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതിനു ശേഷം ബിന്ദുവിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇയാളിലേക്ക് വരികയും അയാൾ അതിന്റെ പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ചുകൊണ്ട് വ്യാജരേഖകൾ അടക്കം ചമച്ചുകൊണ്ട് ഈ പണം, സ്ഥലം വിറ്റ് പണം അയാളുടെ കയ്യിലേക്ക് വന്നു. ആ വരുന്ന ഘട്ടത്തിൽ പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടത്, ബിന്ദുവിന്റെ കുടുംബമൊക്കെ ഉന്നയിച്ച ആരോപണമാണ്, ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ആ പണമെറിഞ്ഞ് അവരെ പിടിച്ചുകൊണ്ട് കൃത്യമായി എങ്ങനെ ഒരു ക്രൈമിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നടക്കമുള്ള ഒരു പരിശീലനം അയാൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ അതിനകത്ത് കൂടുതലായി ഈ കേസിൽ അന്വേഷിച്ചു പോയാൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു കേസാണ് ഈ ബിന്ദു പത്മനാഭന്റെ കേസ്. കാരണം അതുപോലെ സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളത് പരസ്യമായ, രഹസ്യമായി പരിഹസിക്കപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസുമാണ്. പക്ഷേ അത് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് അനൗദ്യോഗികമായവർ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ ബ്രേക്ക് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ അകത്തു നിന്നും സെബാസ്റ്റ്യന്റെ വീടിന്റെ പള്ളിപ്പുറത്തെ വീടിനകത്തു നിന്നും അസ്ഥികൾ കുഴിച്ചെടുക്കുന്ന സാഹചര്യം, വീടിന്റെ പുറത്തു നിന്ന് എടുക്കുമ്പോൾ അകത്തിരുന്ന് അയാൾ പറയുന്നത് അടുത്ത നിയമവശമാണ്. അതായത് ഈ തന്റെ കോമ്പൗണ്ട് തുറന്നു കിടക്കുന്നതാണ്, ആർക്ക് വേണമെങ്കിലും കയറാം, ആർക്ക് വേണമെങ്കിലും കൊണ്ട് നിക്ഷേപിക്കാം എന്നയാൾ അപ്പോൾ തന്നെ അതിനെ അയാൾ തടയിട്ടുകൊണ്ടുള്ള വശം അയാൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അയാൾ ഇതിനെല്ലാം വളരെ കൂളായാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഡീൽ ചെയ്യുന്നത് തന്നെ അയാൾക്ക് അത്തരത്തിലൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ കുറ്റസമ്മത മൊഴി സെബാസ്റ്റ്യൻ്റെതുണ്ട് എന്ന് പറഞ്ഞാലും അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റാം. പിന്നെ ഈ കേസുകളുടെ ഒരു മോഡസ് ഒരേപോലെയാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ഗുണം ചെയ്യും. കാരണം ഈ സ്ത്രീകളെയൊക്കെ മിസ്സിംഗ് ആയിട്ടുള്ളതും ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഇയാളുമായിട്ടുള്ള ബന്ധങ്ങൾ, അത്തരത്തിൽ സാക്ഷിമൊഴികൾ,
ആ രീതി, പിന്നെ ഈ കേസുകളുടെ ക്രൈമിന്റെ ഒരു മോഡസ്, അത്തരം കാര്യങ്ങൾ വെച്ച് ഈ കേസുകൾ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ക്രൈംബ്രാഞ്ചിന്റെ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലേക്ക് കിട്ടും. അതായത് ഒരു പുതിയ അന്വേഷണം, ഇപ്പോൾ ബിന്ദു പത്മനാഭൻ കേസ് നേരത്തെ തന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് കൊലപാതക കേസായി അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ജയനമ്മ തിരോധാന കേസ് കൂടി വന്നതോടെ കൊലപാതക കേസിൽ കസ്റ്റഡിയിലെടുത്ത സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ആ വീട്ടിൽ എത്രയോ തവണ ക്രൈംബ്രാഞ്ച് കയറി ഇറങ്ങിപ്പോയതാണ്, എന്നിട്ടും വീണ്ടും അവിടേക്ക് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ നിലവിൽ മുൻപ് ബിന്ദുവിന്റെ കേസിനകത്ത് നിൽക്കുന്ന ഒരു സെബാസ്റ്റ്യൻ അല്ല അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ള സെബാസ്റ്റ്യൻ. അയാൾ കുറച്ചുകൂടി പഠിച്ചിട്ട് നിൽക്കുന്ന അന്വേഷണ സംഘമാണ്. അതുകൊണ്ട് അയാളിലേക്ക് കൂടുതൽ പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് പുതുതായിട്ട് വന്നാൽ തീർച്ചയായും അവർക്ക് കസ്റ്റഡിയിൽ കിട്ടുന്നതോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ജയനമ്മ കേസിൽ വിചാരണ ഉടൻ ആരംഭിച്ചാൽ അയാൾ വിചാരണ തടവുകാരനായി തന്നെ അവിടെ കിടക്കുന്ന ഒരു സാഹചര്യം വരും. അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം, അതായത് ഇനിയിപ്പോൾ 2 കേസുകൾ കുറ്റപത്രം തുടങ്ങി വിചാരണ തുടങ്ങിയില്ലെങ്കിൽ അയാൾ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്തായാലും ആ ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും കസ്റ്റഡിയിലേക്ക് വിട്ട് അത് പരമാവധി ഇയാളെ അകത്ത് തന്നെ കീപ്പ് ചെയ്യാനുള്ള ഒരു രീതിയാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം അവർക്ക് എല്ലാവർക്കും ഉറപ്പാണ്, ഈ കേസുകൾ ഇയാൾക്ക് പങ്കാളിത്തമുണ്ട്, അത് ഇയാൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ വർഷങ്ങളായിട്ടുള്ള ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള അയാളുടെ ഒരു മാനസിക നിലയിൽ എങ്ങനെ ഇതിനെ ആലപ്പുഴ പള്ളിപ്പുറത്തെ കൂട്ടക്കൊലപാതകങ്ങളിൽ സ്ത്രീകളുടെ കൊലപാതകങ്ങളിൽ കൊടും കുറ്റവാളി സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. പക്ഷേ ഇവിടെ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതാണ് വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഐഷ കൊലക്കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി DGPക്ക് നൽകിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പത്തനംതിട്ട തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗം കൊട്ടേഷനാണെന്ന ഉടമയുടെ വാദം തള്ളി പോലീസ്. വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞു. ജീവനക്കാരിയുടെ, അതായത് ബലാത്സംഗത്തിനിരയായ ജീവനക്കാരുടെയും ഉടമയുടെയും വാദങ്ങൾ, പരാതികൾ, ആരോപണങ്ങൾ ഇതൊരു കൊട്ടേഷനാണെന്നായിരുന്നു. പക്ഷേ അത് പോലീസ് തള്ളുന്നു. അതിലേറ്റവും പ്രധാനമായ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണവും ഇതാണ്. ആക്രമണത്തിനെത്തിയ ഗുണ്ടകൾ അവർ തന്നെ സൂചിപ്പിച്ച കാര്യമാണ് ഇതൊരു കൊട്ടേഷൻ ആക്രമണമാണെന്ന്. മാത്രമല്ല അവിടെ ഈ സ്പാ സെൻ്ററുകൾ തമ്മിൽ ചില ബിസിനസ് സംബന്ധമായ തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള സംശയത്തിലേക്കും വഴിവെച്ചത്. എന്തുകൊണ്ടാണ് ഇത് പോലീസ് പൂർണ്ണമായും തള്ളുന്നത്? ഈ ക്രിമിനലുകളുടെ, പ്രതികളുടെ വാദം പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുകയാണോ? ഇപ്പം നിലവിൽ പിടിയിലായ ഈ കേസുമായി ബന്ധപ്പെട്ട തിരുവല്ല സ്പായിലെ കൂട്ട ബലാത്സംഗ കേസിലെ എല്ലാ പ്രതികളും പിടിയിലായിരിക്കുന്നു. ഈ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ കൃത്യമായി ഇത് ഒരു ഗുണ്ടാ പിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. ഈ 1-ാം തീയതി സംഭവം നടക്കുന്ന ദിവസം 1-ാം തീയതി പ്രതികൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്നതിന് ശേഷം പണം ആവശ്യപ്പെടുന്നത് 50,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. ആ പണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിന് പിന്നാലെയാണ് ഈ സ്പായിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്യുന്നത്. അതാണ് കാരണമെന്നാണ് ഈ പിടിയിലായ ഗുണ്ടകൾ മൊഴി നൽകിയിട്ടുള്ളത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ കാര്യത്തിൽ എഫ്ഐആർ ഇടുന്ന സമയത്ത് തന്നെ ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ കൂട്ടബലാത്സംഗത്തിന് കാരണമെന്നുള്ള കാര്യം പുറത്തു വന്ന സമയം തന്നെ ഈ സ്പായിലെ ഉടമ പറയുന്നത് ഇത് കൊട്ടേഷനാണ്. കാരണം തന്റെ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി മറ്റ് സ്പാ സെന്ററിലെ ആളുകൾ നടത്തിയ ഒരു കൊട്ടേഷൻ ആക്രമണമെന്നാണ് ഈ സ്പായിലെ ഉടമ വ്യക്തമാക്കിയത്. അത് പൂർണ്ണമായി തള്ളുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അത് ഈ പിടിയിലായ ഈ പ്രതികൾ നൽകിയ മൊഴികൾ, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പറയുന്നത് ഇത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു കേസുണ്ടാവുന്നത് എന്ന തരത്തിലാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. തിരുവല്ലയിലെ പല സ്ഥലങ്ങളിലും ഈ ഗുണ്ടകൾ പിരിവ് നടത്തിയിട്ടുണ്ട്. ആ പല കടകളിലും ഇവർ പിരിവ് നടത്തിയിട്ടുണ്ട്. ആ പിരിവ് നടത്തിയ ആളുകൾ ആരും തന്നെ പിന്നീട് പരാതി പറയാൻ വന്നില്ല. കാരണം ഇവരെ ഭയന്നാണ്, ജീവനെ ഭയന്നാണ് പിന്നീട് അവർ പരാതി പറയാതിരുന്നത്. ഈ കേസിൽ, ഈ ബലാത്സംഗ കേസ് ആയതുകൊണ്ട് തന്നെ ഈ കേസിൽ പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിവരങ്ങളെല്ലാം നമുക്ക് വെളിയിൽ പോലീസും അതുപോലെ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പരാതിക്കാരി, ജീവനക്കാരി പോലീസിൽ മൊഴി നൽകിയതോടുകൂടിയാണ് ഇത്തരം സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിൽ ഈ പിടിയിലായ ഗുണ്ടകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്പായിലെ കൂട്ടബലാത്സംഗം ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ തുടർന്ന് ആണ് ഈ ഇത്തരത്തിൽ ബലാത്സംഗത്തിലേക്ക് ബലാത്സംഗം ചെയ്യാൻ കാരണമെന്ന രീതിയിലേക്ക് പ്രതികൾ പറയുന്നത്. പക്ഷേ അത് മുഖവിലയ്ക്ക് എടുക്കാൻ ഇപ്പോഴും ഇതിന്റെ ഉടമ തയ്യാറല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പല സ്പാകളും അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസും ഈ ഗുണ്ടകളെ തമ്മിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഇത് കൊട്ടേഷൻ ആകാനാണ് സാധ്യത എന്ന രീതിയിലാണ് ഉടമ നൽകിയത്. പക്ഷേ
ഈ പിടിയിലായ എല്ലാ പ്രതികളും അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണെന്നാണ് പുറത്തു വരുന്ന വിവരം. ടോമ, തീർച്ചയായും ശശിധരൻ, ഇവിടെ തുടക്കം മുതൽ തന്നെ പോലീസിനെതിരെ മറ്റൊരു ആരോപണമുള്ളത് മാസപ്പടി വിവാദമാണ്. കാരണം പോലീസുകാർ ഈ സ്പാ ഉടമകളുടെ കയ്യിൽ നിന്നും പതിവായി മാസപ്പടി വാങ്ങുന്നുണ്ട്. അത് മരണം സുബിൻ എന്ന ഈ കേസിലെ മുഖ്യപ്രതിയാണ് ഈ മാസപ്പടി വാങ്ങി പോലീസ് നൽകുന്ന ആക്ഷേപമുണ്ട്. സുബിനാണ് ഈ കേസിലെയും മുഖ്യപ്രതി. ആ കേസിൽ, അതായത് ഈ മാസപ്പടി ആരോപണത്തിൽ ഉള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പോലീസ് ആരെങ്കിലും ഈ കേസിൽ ഏതെങ്കിലും സ്പാ ഉടമകളെ സംരക്ഷിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? തിരുവല്ലയിലെ അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്പാ സെന്ററുകളുണ്ട്. ആ സെന്ററുകളുടെ പ്രവർത്തനം ഈ ഇത്തരത്തിൽ മാസപ്പടി നൽകിക്കൊണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്നുള്ളതാണ് ഈ ബലാത്സംഗം നടന്ന സ്പായിലെ ഉടമ അത്തരം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. പല ആളുകളും, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, ഉദ്യോഗസ്ഥർ, പോലീസിലെ ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഇത്തരം സ്പാ സെന്ററുകൾ സന്ദർശിക്കുന്നവരാണ്, അവിടുന്ന് മാസപ്പടി വാങ്ങുന്നവരാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ആരോപണത്തെ തുടർന്ന് പോലീസിനെതിരെ തന്നെ, പോലീസിലെ ഉള്ളിൽ തന്നെ ഇത്തരമൊരു കാര്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ആഭ്യന്തര തലത്തിലുള്ള അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ SP വ്യക്തമാക്കിയത് അത്തരം കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്ന അത്തരത്തിലുള്ള കാര്യം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ആഭ്യന്തര തലത്തിലുള്ള അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ പോലീസും ഗുണ്ടകളും അതുപോലെ തന്നെ ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകളും തമ്മിലുള്ള ആളുകളുമായിട്ടൊക്കെ ഒരു കൂട്ടുകെട്ട് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണമുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം ആഭ്യന്തര തലത്തിൽ നടക്കും. അങ്ങനെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 6 പ്രതികളാണ് ഇപ്പോൾ ഈ സ്പാ സെന്ററിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ആയിട്ടുള്ളത്. അത് ജീവനക്കാരി, ആ സ്പാ സെന്ററിലെ ജീവനക്കാരി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി പോലീസ് ഈ പ്രതികളിൽ തിരിച്ചറിയുകയും അവർ ഒളിവുള്ള സ്ഥലത്തു നിന്നുമൊക്കെ കൃത്യമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ പ്രതികളെല്ലാം ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്. മരണ സുബിൻ എന്ന് അറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ 11ഓളം കേസുകളിലെ പ്രതിയാണ്, കാപ്പ കേസ് പ്രതിയാണ്. ഈ തിരുവല്ല മേഖലകളിൽ നിരന്തരം ഈ ടൗണുകളിൽ, കടകളിൽ ഈ പിരിവുകൾ നടത്തുന്ന, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ ആളുകളെ ഭീഷണിപ്പെടുത്തി പിരിവ് നടത്തുന്ന ക്രിമിനൽ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കടക്കാർ, അതായത് പിരിവ് നടത്തിയിട്ടുള്ള പല സെന്ററുകളിലെ സ്പായിലേക്ക് ആളുകൾ ഇത് പുറത്തു പറയാൻ മടിച്ചത്, ജീവനെ ഭയന്നാണ് പുറത്തു പറയാൻ മടിച്ചെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് പിന്നീട് ഈ ബലാത്സംഗ കേസിലെ കൂട്ടബലാത്സംഗത്തിലേക്ക് എത്തിച്ചെന്നുള്ള സ്ഥിരീകരണമാണ് പോലീസ് ഇപ്പോൾ പുറത്തു നൽകുന്നത്. കൊട്ടേഷൻ എന്നുള്ള ഈ ആരോപണം, അത്തരമൊരു ആരോപണം തള്ളിക്കളയാണ്. അതല്ല, ഗുണ്ടാപ്പിരിവുമായുള്ള തർക്കം മാത്രമാണെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പോലീസ് ഈ ഉടമയുടെ വാദങ്ങൾ തള്ളുന്നതിന് പിന്നിൽ, ഈ ബലാത്സംഗത്തിന് പിന്നിൽ കൊട്ടേഷൻ ഇടപാടുകളില്ല, മറ്റ് ഗുണ്ടാ പിരിവാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. തുടർച്ചയായ 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കണം. ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. മറ്റ് 2 കേസുകളിലും രാഹുലിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, നേരത്തെ 2 ബലാത്സംഗ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതാണ്. ഇതിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള കേസ് ആദ്യ ബലാത്സംഗ കേസായിരുന്നു. കാരണം അവിടെ ഈ ബലാത്സംഗം മാത്രമല്ല, ഗർഭചിത്രം നടത്തി എന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഉള്ളൊരു കേസായതുകൊണ്ട് തന്നെ ഗുരുതര സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കാലതാമസം ഈ കേസിൽ ഉണ്ടായത്, അതായത് മുൻകൂർ ജാമ്യം ലഭിക്കാനും. എന്ത് വ്യവസ്ഥകളോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ഈ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ടോം, രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യഹർജി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് വരുന്നത്. തുടർന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഈ കേസിൻ്റെ ഒരു വിധി വരുന്നത് വരെയും നോട്ട് ടു അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന കോടതി അതിൽ ഉപാധി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കേസിൽ ജാമ്യ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. 1-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ
ഉപാധികൾ കോടതി പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും തന്നെ സ്വാഭാവികമായും വരുന്ന രീതിയിലുള്ളത് പരാതിക്കാരിയോ സാക്ഷികളെയോ സ്വാധീനിക്കാനായിട്ട് ഒരു വിധത്തിലും ശ്രമിക്കരുത് എന്നതും അതോടൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്യാനായിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ചോദ്യം ചെയ്യലിന് വിധേയരാക്കേണ്ട ആ ഒരു സമയക്രമം നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിൽ വിടണം എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കണം. ഒപ്പം തന്നെ മൊബൈൽ ഫോണും രാഹുൽ മാങ്കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം തുടങ്ങിയ ഉപാധികൾ നിശ്ചയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 2ഉം 3ഉം ബലാത്സംഗ കേസുകളിൽ കീഴ്ക്കോടതികൾ ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് ആദ്യ കേസിൽ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സങ്കീർണമായിരുന്നു അതിൻ്റെ ആ ഒരു കേസും അതിൻ്റെ വഴികളുമെല്ലാം എന്ന് പറയുന്നത്. ഗർഭചിത്രത്തിനടക്കം വിധേയമാക്കിയിരുന്നു, അതിനെ തന്നെ നിർബന്ധിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിജീവിത പറഞ്ഞിരുന്നത്. അതിജീവിതയും കോടതിയിൽ ഇത് ഹർജിയായിട്ട് നൽകിയിരുന്നു. തൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്ന വാദം കൂടി ഉന്നയിച്ചിരുന്നു, കോടതിക്ക് മുൻപാകെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വിശദമായിട്ട് പരിശോധിച്ച ശേഷമാണ് കോടതി ഇപ്പോൾ ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നതും. 1ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. ഇതിനിപ്പോൾ എല്ലാ 2ാം ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. 10 മണിക്കും 11 മണിക്കും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി ഒപ്പിടണം എന്നതാണ് ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. രാജ്യം വിട്ടു പോകാനായിട്ട് പാടുള്ളതല്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങിയ ഉപാധികളെല്ലാം തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് ഇത് തനിക്കെതിരെയുള്ള മനഃപൂർവ്വമായ ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. അത് തെളിയിക്കാൻ തനിക്ക് ആവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന് തനിക്ക് തെളിവ് നൽകാൻ കഴിയും. മറ്റ് ചിലരുടെ പ്രേരണയാലാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് അല്ലെങ്കിൽ തനിക്കെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് വരികയെല്ലാം തന്നെ ചെയ്തത് എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടം പ്രധാനമായിട്ട് തന്നെ പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ അതിജീവിത കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ അത് തൻ്റെ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നതടക്കമുള്ള വാദമുഖങ്ങളായിരുന്നു അവർ ഉയർത്തിയിരുന്നത്. എന്തായാലും കോടതി കേസിൽ തീരുമാനമെടുത്തത് കർശനമായ ഉപാധികളോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകാനാണ് തീരുമാനിച്ചത്. ഏതായാലും ഈ ഉപാധികൾ അനുസരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തണം. കാരണം എന്തായാലും കർശനമായ ഉപാധികളുണ്ട്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊബൈൽ ഫോൺ ഹാജരാക്കണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നൊക്കെ. നമുക്കറിയാം, ഈ അന്വേഷണ സംഘം പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളൊന്നും ഇതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, ഫോൺ ഹാജരാക്കാൻ തയ്യാറാകുന്നില്ല എന്ന്. സ്വാഭാവികമായും കോടതിയുടെ ഇത്തരം നിർദ്ദേശമുള്ളത് കൊണ്ട് ഇനി അത്തരം നടപടികൾ ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണത്തോട് സഹകരിക്കേണ്ടി വരും. ഉടൻ തന്നെ ചോദ്യം ചെയ്ത് മറ്റു നടപടികൾ ഉണ്ടാകുമെന്ന് കരുതാമല്ലേ? ആ രീതിയിലേക്കായിരിക്കും നടപടികൾ നീങ്ങുക. കാരണം 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിന് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ചോദ്യം ചെയ്യാൻ അനുമതി കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയാണ്. അപ്പോൾ അത് നിശ്ചയിച്ചുകൊണ്ട് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയിക്കും. ഇത്ര ദിവസങ്ങളിൽ തുടർച്ചയായ 3 ദിവസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയം നിശ്ചയിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അറിയിപ്പ് നൽകുകയും ചെയ്യും. അതനുസരിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയും ചെയ്യണം. എല്ലാ 2ാം ശനിയാഴ്ചയുമാണ് ഇതിൽ ഒപ്പ് എന്ന രീതിയിലേക്ക് അവിടെ എത്തേണ്ടതും ചെയ്യുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം ഈ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും ഇത് പരാതിക്ക് ആസ്പദമായ രീതിയിലുള്ള തെളിവുകളിലേക്ക് മറ്റ് കടന്നു പോകാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടണം. പക്ഷേ എങ്കിൽ കൂടിയും ജാമ്യം നൽകണം എന്ന ഒരു വ്യവസ്ഥ കൂടി അതിനകത്തുണ്ട്. അന്നേരം അറസ്റ്റ് ചെയ്താലും അന്ന് തന്നെ ജാമ്യം കൊടുക്കേണ്ടി വരും. കാരണം ഹൈക്കോടതി നിർദ്ദേശവും വിധിയും ഉള്ളതാണ്. അതായത് വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലെല്ലാം തന്നെ നിർണായകം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 2-3 കേസുകൾ കൂടി വന്നിരിക്കുന്നു. കീഴ്ക്കോടതിയിൽ നിന്ന് അതിൽ
ജാമ്യം നേടിയിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ നടപടികൾ കൂടി വരും ദിവസങ്ങളിലേക്കെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതിനിടയിൽ ഒന്നാം കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് അതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കീഴ്ക്കോടതിയിൽ തള്ളിയതായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിലേക്ക് അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ സമീപിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യ ബലാത്സംഗ കേസിലാണ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പാറശാലയിൽ ആളില്ലാത്ത പുരയിടത്തിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം. വയലിന് സമീപത്തെ സ്വകാര്യ പുരയിടത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 25-ന് കാണാതായ ഓട്ടോ ഡ്രൈവർ ഹരിചന്ദ്രന്റെ മൃതദേഹമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, മരിച്ചത് ഈ ഹരിചന്ദ്രൻ, ഓട്ടോ ഡ്രൈവർ ഹരിചന്ദ്രൻ തന്നെയാണെന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ദുരൂഹതയുണ്ടോ മരണത്തിൽ? അങ്ങനെ തന്നെയാണ് പോലീസ് ഇപ്പം പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു ഔദ്യോഗികമായ ഒരു വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം പൂർത്തിയാക്കിയാലേ മാത്രമേ ഫോറൻസിക് സംഘത്തിന്റെ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് രാസപരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ അതിനൊരു വ്യക്തത വരുത്താൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ പറയുന്ന പാറശാലയ്ക്ക് സമീപത്തെ ഐങ്കാമം എന്ന് പറയുന്ന പ്രദേശത്തെ ആളൊഴിഞ്ഞ ഒരു പുരയിടത്തിൽ, വയലിനോട് ചേർന്ന സ്വകാര്യ പുരയിടത്തിലായിരുന്നു ഏകദേശം 15 ദിവസത്തിലധികം പഴക്കമുള്ള ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. പൂർണ്ണമായും ചീഞ്ഞളിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നത്. ആളെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ 25-ന് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഹരിചന്ദ്രനെ ഈ പറയുന്ന പാറശാല സ്റ്റേഷൻ പരിധിക്ക് സമീപത്ത് കാണാതായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, കുടുംബമായി ജീവിക്കുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. പോലീസ് അതിന്റെ ഒരു അന്വേഷണം നടത്തി വന്നിരുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇപ്പൊ മൃതദേഹം കിട്ടിയത്. അതുകൊണ്ടാണ് പോലീസ് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ആയിരിക്കാമെന്നുള്ളത്. എന്തായാലും വസ്ത്രം ഉൾപ്പെടെയുള്ളവ എല്ലാം പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച് വിലയിരുത്തിയതിനു ശേഷം ഒരു നിഗമനത്തിൽ പോലീസ് എത്തി നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആയിരിക്കാം, ഹരിചന്ദ്രന്റെ ആയിരിക്കാം എന്നുള്ളതാണ്. പക്ഷെ അതൊരു പ്രാഥമികമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസിന്, ഔദ്യോഗികമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു ഇപ്പോഴത്തെ നിലപാട്. അത് കൂടുതൽ പരിശോധനകൾ നടത്തണമെന്ന് പറയുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ. അരുൺ, 2 ആഴ്ച മുൻപാണ് ഈ ഓട്ടോ ഡ്രൈവറെ കാണാതാകുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ആ രീതിയിലൊരു അന്വേഷണം നടക്കാതിരുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ മൃതദേഹത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്? എങ്ങനെയാണ്? പോലീസിന്റെ അന്വേഷണത്തിലാണോ അതോ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണോ? ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഒരു കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണിത്. പോലീസ് പരാതി ലഭിച്ചെങ്കിലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു എന്ന് പോലീസ് പറയുന്നു. എന്നാൽ അദ്ദേഹത്തെ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഈ പറയുന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞൊരു പുരയിടത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ഇതിന് സമീപത്തുള്ള വയലിൽ ജോലിക്കെത്തിയ തൊഴിലാളികൾക്ക് അസഹ്യമായ ഒരു ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അത് പരിശോധിച്ചപ്പോഴായിരുന്നു മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുക, പോലീസ് എത്തി കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. അരുൺ മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാറശാലയിലാണ് അജ്ഞാത മൃതദേഹം വീടിന് സമീപത്ത് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം, അതായത് 2 ആഴ്ച മുൻപ് കാണാതായ ഓട്ടോ ഡ്രൈവറാണ് മരിച്ചതെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഇക്കാര്യങ്ങളിലാണ് പ്രധാനമായി അന്വേഷണം നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കാനാണ് SIT എത്തുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രമടക്കം തയ്യാറാക്കുന്നതിൽ നിർണായകമാണ് ഈ പരിശോധന. നാളെയും മറ്റന്നാളുമാണ് പരിശോധന നടക്കുന്നത്. അതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിനും ജാമ്യം ലഭിച്ചു. കട്ടിളപ്പാളി കേസിലാണ് ജാമ്യം. ദ്വാരപാലക കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ ബൈജുവിന് പുറത്തിറങ്ങാനാകില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, അന്വേഷണ സംഘം വീണ്ടും സന്നിധാനത്തേക്ക് എത്തുകയാണ്. നേരത്തെ തന്നെ ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും കവർ ചെയ്ത സ്വർണത്തിന്റെ അളവിൽ വലിയ രീതിയിലുള്ള, അതായത് നിലവിലെ കണ്ടെത്തലല്ല, അതിനപ്പുറം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇനി കുറ്റപത്രം സമർപ്പിക്കണം. അതിനു മുൻപുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ SIT സന്നിധാനത്തെത്തുന്നത്?
ടോം, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം SIT സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അത് 11:30 കൂടിയാണ് സംഘം പമ്പയിലെത്തിയത്. അവിടുന്ന് പിന്നീട് ഇപ്പോൾ സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഏതായാലും പ്രധാനമായും ഈ സ്വർണത്തിന്റെ സാമ്പിൾ ശേഖരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അത് ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം സന്നിധാനത്ത് താമസിച്ച് ഈ സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശം. നേരത്തെ 2 തവണ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതായത് കട്ടളപ്പാളിയിലെയും അതുപോലെ തന്നെ ദ്വാരപാല ശുദ്ധിങ്ങളുടെ അടക്കമുള്ള സ്വർണത്തിന്റെ, ശബരിമലയിലെ മറ്റ് ഭാഗങ്ങളിലുള്ള സ്വർണത്തിന്റെ കൂടെ അളവ് ശേഖരിക്കുക എന്നുള്ള സാമ്പിൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അത് ശേഖരിച്ചതിന് ശേഷം മുംബൈയിലോ ഒരുപക്ഷെ ഹൈദരാബാദിലോ ആണ് ഇതിന്റെ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് നമുക്ക് അറിയാൻ ലഭിക്കുന്നത്. നിലവിലത്തെ വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം, ഈ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ പ്രതികൾ പലർക്കും ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതുകൊണ്ട് കുറ്റപത്രം ഉടനെ സമർപ്പിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ട് സ്വർണത്തിലുള്ള കുറവ്, അത്രയും കാര്യങ്ങൾ നിലവിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള സ്വർണത്തിന്റെ കുറവ്, പൊരുത്തക്കേടുകൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കൃത്യമായി ഈ സ്വർണത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നത്. രാസപരിശോധന അടക്കം നടത്താനുള്ള നീക്കത്തിലാണ്. വിദഗ്ധരായ സംഘം ആളുകളും ഇതിനോടൊപ്പം ഉണ്ട്. അതായത് ഈ ലീഗൽ മെട്രോളജി വകുപ്പിലെ വിദഗ്ധരായ ആളുകളുണ്ട്. അത് രാസപരിശോധന നടത്തുന്നതിനുള്ള അത്തരം സാങ്കേതിക വിദഗ്ധരായ ആളുകളുമുണ്ട്. അത്തരത്തിലാണ് സംഘം എത്തിയിട്ടുള്ളത്. ഇതിന്റെ കൃത്യമായി ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നട തുറക്കുന്ന ദിവസമാണ്. ഒരുപക്ഷെ ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് നട അടച്ചതിന് ശേഷമായിരിക്കും ഈ സാമ്പിളുകൾ ശേഖരിക്കുക. 2 ദിവസത്തെ കൊണ്ട് തന്നെ ഇത് സാമ്പിളുകൾ സ്വീകരിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് ലാബിലേക്ക് അയക്കാനുള്ള തീരുമാനമാണ് ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ സ്വർണത്തിലുള്ള കുറവ്, അത് പ്രധാന വിഷയമാണ്. കുറവ് കണ്ടെത്തുക എന്നുള്ളതാണ്. തീർച്ചയായും ശശിനാരായണൻ, ഇപ്പോഴും വലിയ ആക്ഷേപം SITക്കെതിരെ നിലനിൽക്കുന്നത് ഇതുവരെയും കുറ്റപത്രം എന്തുകൊണ്ട് സമർപ്പിച്ചില്ല എന്നതാണ്. പ്രതിപക്ഷമടക്കം ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയ സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ SITയുടെ സന്നിധാനത്തെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കുമോ കുറ്റപത്രം നൽകുക? അങ്ങനെയെങ്കിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കരുതാം, അല്ലേ? ടോം, തീർച്ചയായിട്ടും അത് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ നഷ്ടപ്പെട്ട സ്വർണം കൃത്യമായി ഹാജരാക്കേണ്ടതുണ്ട്. അത് എവിടെ പോയി എന്നുള്ള കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. 1999 വിജയമല്യ സ്വർണം പൂശിയതിനു ശേഷം 2019 പിന്നീട് ഇത് സ്വർണം കാണാതാവുകയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഈ സ്വർണം പൂശിനു വേണ്ടിയൊക്കെ കൊണ്ടുപോകുന്നത്. എന്തായാലും അതിനിടയ്ക്കുള്ള നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അത് സ്വർണത്തിന്റെ കുറവ് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടുള്ളത്, എവിടെയാണ് ഈ സ്വർണം നഷ്ടപ്പെട്ടുള്ളത് എന്ന കാര്യങ്ങൾ പരിശോധിക്കുക. ഒപ്പം ഇതിന്റെ ഗുണമേന്മ പരിശോധിക്കുക. സ്വർണം ഇല്ലയോ അതോ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി രേഖകൾ പരിശോധിക്കുക. ഇതെല്ലാമാണ് സന്നിധാനം നടക്കുക. എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളും, ഇന്ന് നട തുറക്കുന്ന ദിവസം വൈകിട്ട് നട തുറക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് നടക്കില്ല. നാളെ ഉച്ചയ്ക്ക് ശേഷം നട അടച്ചതിന് ശേഷമായിരിക്കും ഈ സ്വർണം ഈ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുക. സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ടോം, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT ഇന്ന് സന്നിധാനത്തെത്തും. സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കാനാണ് നീക്കങ്ങൾ. സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രം അടക്കം തയ്യാറാക്കുന്നതിൽ നിർണായകമാണ് ഈ പരിശോധന. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.